നമ്മളിതിനെ പുസ്തകത്തിന് വിളിക്കുന്നത് റിവെഞ്ച് ഓഫ് ഓൾഡ് വെസ്റ്റ് ഏഷ്യ എന്നുള്ള വിളിക്കാനുള്ള കാരണം തന്നെ 2020 മുതൽ ആളുകളൊക്കെ പറയുന്നത് വെസ്റ്റ് ഏഷ്യ മാറുന്നു. ഭയങ്കരമായി മാറുന്നു. കാരണം അറബ്സും ഇസ്രായേലും തമ്മിലുള്ള അബ്രഹാം അക്കോർഡ്സ് വരുന്നു. UAE സൈൻ ചെയ്യുന്നു. സൗദി അറേബ്യ നാളെ സൈൻ ചെയ്യും. സോ പാലസ്റ്റൈൻ ഇഷ്യൂ ഈസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളതാണല്ലോ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന് മുൻപും ഈ ബുക്ക് ഇറങ്ങുന്നതിന് മുൻപും ഒക്ടോബർ 7 മുൻപും ഒക്കെ ഹിന്ദുവിൽ നമ്മൾ സ്ഥിരം ഈ വിഷയത്തെപ്പറ്റി എഴുതുന്നതാണ്. നമ്മൾ എല്ലാ കാലത്തും ആർഗ്യൂ ചെയ്തിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പാലസ്റ്റൈൻ ഇഷ്യൂ അൺറിസോൾവ്ഡ് ആണ്. അത് നിങ്ങൾ റിസോൾവ് ചെയ്യാത്തിടത്തോളം കാലം ദിസ് ഇഷ്യൂ വിൽ ബാക്ക് ഓൺ യു. ഇതിൻ്റെതായിട്ടുള്ള റിപ്പർക്കഷൻസ് ഉണ്ടാവും വെസ്റ്റ് ഏഷ്യയിൽ. ഒന്നാം ഇൻതിഫാദ ഉണ്ടായി, രണ്ടാം ഇൻതിഫാദ ഉണ്ടായി, ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായി. കാരണം എന്താണ്? ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളതല്ല, അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ ചെയ്യുന്നത് അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അറബ്സും ചെയ്തത് അതാണ്. ഇപ്പോൾ അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തപ്പോൾ UAE ഇസ്രായേലുമായി സൈൻ ചെയ്തപ്പോൾ പാലസ്തീനിയൻ ഇഷ്യൂ വാസ് കംപ്ലീറ്റ്ലി സൈഡ് ലൈൻഡ്. അതുപോലെ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരുന്നു ടോക്സ്. പാലസ്തീനിയൻ ഇഷ്യൂവിനെ പറ്റിയിട്ട് ആരും ബോധേഡ് ആയിരുന്നിട്ടില്ല. പക്ഷേ പാലസ്റ്റൈൻ ഇഷ്യൂ റിമെയിൻഡ് അൺറിസോൾവ്ഡ്. 2023 ഒക്ടോബർ വരെ വെസ്റ്റ് ബാങ്കിൽ മാത്രം 250 പാലസ്തീനിയൻസിനെയാണ് കൊന്നത് ഇസ്രായേലി പട്ടാളം. ദാറ്റ് ഈസ് ദ ഫാക്ട് ഓൺ ദ ഗ്രൗണ്ട്, അല്ലേ? അപ്പോൾ ആ പ്രശ്നം നിങ്ങൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഭയങ്കര രീതിയിലുള്ള ഔട്ട്ബേഴ്സ് ഉണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് യെസ് ദാറ്റ് വയലൻസ് ഷോക്ക്ഡ് മെനി പീപ്പിൾ, ബട്ട് ദ ഫാക്ട് ദാറ്റ് ദ വയലൻസ് ഹാപ്പൻഡ് ദാറ്റ് ഡിഡ് നോട്ട് ഷോക്ക് മീ. ദാറ്റ് നോട്ട് ഐ ഡോണ്ട്, അതായത് ഈ ഒരു വിഷയം ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആരും അതിൽ ഞെട്ടൽ ഉണ്ടായി കാണില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിൽ. കാരണം ഇപ്പോൾ ഗാസയിലെ പ്രശ്നം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗാസ 2007 മുതൽ ഇസ്രായേലിൻ്റെ ബ്ലോക്കേഡിലാണ്. ഗാസ ഇസ് എ ടൈനി സ്ട്രിപ്പ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ ഇസ്രായേൽ, വൺ ചെക്ക് പോയിന്റ് വിത്ത് ഈജിപ്റ്റ് ആൻഡ് ദ മെഡിറ്ററേനിയൻ സീ. ഇസ്രായേലാണ് മെഡിറ്ററേനിയൻ സീ കോസ്റ്റ് മൊത്തം എന്താ പറയുക, മോണിറ്റർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഈ റാഫ ക്രോസിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ ക്രോസിങ്ങും കൺട്രോൾ ചെയ്യണത് ഈജിപ്റ്റാണ്. ഇപ്പം നിങ്ങൾ ഗാസയിൽ ജീവിക്കുന്ന ഒരു പാലസ്തീനിയൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ഈജിപ്ഷ്യൻ ചെക്ക് പോയിന്റിലൂടെ, അല്ലെങ്കിൽ ഇസ്രായേലി ചെക്ക് പോയിന്റിലൂടെ. രണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. യു ആർ സ്റ്റക്ക്. ഗാസയിൽ യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല, യാതൊരു രീതിയിലുള്ള ഇക്കണോമിക് ലൈഫും ഇല്ല, എക്സെപ്റ്റ് ഫിഷിംഗ്. ഖത്തറിൽ നിന്നും മറ്റും വരുന്ന ഫൈനാൻഷ്യൽ എയ്ഡിൽ സർവൈവ് ചെയ്യുന്ന ഒരു പ്രദേശമാണത്. മൊത്തം ഇസ്രായേലിൻ്റെ. അപ്പോൾ ആളുകൾ ഇസ്രായേൽ പൊതുവെ പറയും ഞങ്ങൾ 2005 ഗാസ വിട്ടതാണ്, they are still hating us, they are still attacking us. That's not true. Yes, Israel pulled back its troops, but Israel continues to keep its blockade on Gaza. അപ്പോൾ ഗാസയിലെ ലൈഫ് അതാണ്. രണ്ടാമത് വെസ്റ്റ് ബാങ്കിൽ ഇതുപോലെ അതിഭീകരമായിട്ടുള്ള വയലൻസ് കണ്ടിന്യൂ ചെയ്യാണ്. പൊതുവെ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം പഠിക്കുന്ന ആളുകൾ വെസ്റ്റ് ബാങ്കിനെയും ഗാസയിനെയും 2 എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അല്ല, വെസ്റ്റ് ബാങ്കും ഗാസയും 2 പാലസ്റ്റീനിയൻ ടെറിട്ടറീസ് ആണ്. അവർ തമ്മിൽ ജിയോഗ്രാഫിക്കൽ കണ്ടിഗ്യൂവിറ്റി ഇല്ലായിരിക്കാം, ബട്ട് ദേ ഹാവ് ഹിസ്റ്റോറിക്കൽ കണ്ടിഗ്യൂവിറ്റി, പൊളിറ്റിക്കൽ